ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ സച്ചിയുടെ അരികിലെത്തി ഗൗരിമോള് ആ ഫോട്ടോ എടുത്തിട്ട് ചോദിച്ചു, അല്ല സച്ചിങ്ങളെ, ഇതെന്റെ അമ്മയെ പോലെ തന്നെ ഉണ്ടല്ലോ, അതിന്റെ അമ്മയുടെ ഫോട്ടോ എന്തിനാ ഇവിടെ വെച്ചിരിക്കുന്നത് എന്ന ഗൗരിമോളുടെ ചോദ്യത്തിന് സച്ചി പറഞ്ഞു, ഇത് ഇവിടുത്തെ ഈ അമ്മമ്മയുടെ മകളാണിത്. അപ്പോഴേക്കും കമലമ്മ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അതെ, എന്റെ മോളാണ് അർച്ചന, അത് ഈ സച്ചിയങ്ങളുടെ ഭാര്യയായിരുന്നു എന്ന് കമലമ്മ ഗൗരിമോളോട് പറയുമ്പോ അത് കേട്ടതോടെ ഗൗരിമോൾക്ക് ആകെ അതിശയായി. കണ്ട മോളുടെ അമ്മയെ പോലെ തന്നെ ഇരിക്കുന്നതെന്ന് സച്ചി പറയുമ്പോ ഗൗരിമോൾ വീണ്ടും സംശയത്തോട് ചോദിച്ചു, എന്റെ അമ്മയുടെ അതേ മൂക്കും കണ്ണും ഒക്കെയാണല്ലോ ഈ ആന്റിക്കുള്ളത് എന്ന് പറഞ്ഞ് സംശയത്തോടെ മോള് ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ഉടനെ സച്ചി മോളോട് പറഞ്ഞു, അതെ, നമ്മളെപ്പോലെ ഒത്തിരി പേർ ഈ ലോകത്ത് ഒരേപോലെയുള്ള 9 പേര് ഈ ലോകത്തുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ സാദൃശ്യം തോന്നുന്നതായത്, അല്ലാതെ മോള് വേറൊന്നും ആലോചിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് വേഗം വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് കമലമ്മ വിളിക്കുന്നു. അതെ, ഇന്ന് അമ്മമ്മയുണ്ടാക്കിയ സ്പെഷ്യൽ ഫുഡാ, മോളിത് കഴിച്ചു നോക്കിയെന്ന് എന്ന് പറഞ്ഞ് അവർ 3 പേരെയും, ഹിന്ദുവിനെയും അമ്മുവിനെയും ഗൗരിമോൾക്കും 3 പേർക്കുമായി ഭക്ഷണം എടുത്ത് കമലമ്മ സ്നേഹത്തോടെ വിളമ്പി. ഇത് കഴിച്ചുകൊണ്ട് കുട്ടികൾ അവിടെ ഇരിക്കുമ്പോഴാണ് സച്ചിയുടെ ഫോണിലേക്ക് കോൾ വരുന്നത്. സച്ചി ഫോൺ എടുത്ത് നോക്കുമ്പോൾ രാജീവിന്റെ കോളായിരുന്നു. സച്ചി പതിയെ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി കോൾ അറ്റൻഡ് ചെയ്തു. എന്താ സാറേ വിളിച്ചത് എന്ന് ചോദിച്ചതും, എടാ നീ എന്ന് മുതലാടാ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയത് എന്ന് ചോദിച്ചതും, അത് കേട്ടതോടെ സച്ചി ചോദിച്ചു, കുട്ടികളെ തട്ടിക്കൊണ്ടുപോയെന്നോ? സാറെന്തേ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോ, അതെ, നീ ഗൗരിമോളെ എന്തിനാ അവിടുന്ന് സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയതെന്നാ ചോദിച്ചത്, എത്രയും വേഗം മോളെ വീട്ടിലെത്തിച്ചോണം എന്ന് പറഞ്ഞപ്പോ അത് കേട്ട സച്ചി പറഞ്ഞു, സാറേ കൂടുതൽ വരട്ടിനൊന്നും നിൽക്കണ്ട, ഞാനേ അവിടെ വന്ന് ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാലേ സാറിന്റെ അളിയന്റെ ജീവിതമാണ്, സന്തോഷമാണ് തകരാൻ പോകുന്നത്, അത് മറക്കണ്ട എന്ന് സച്ചി ഭീഷണിപ്പെടുത്തി. പിന്നെ ഞാൻ ഇവിടെ നിന്നെങ്കിലും ഏതെങ്കിലും കൊച്ചിനെ അല്ല കൂട്ടിക്കൊണ്ടു വന്നത്, ഞാൻ എൻ്റെ മോളെയാ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. അതിൽ നിങ്ങൾ ഇത്ര പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അല്പസമയം കഴിയുമ്പോൾ മോളെ തിരിച്ചവിടെ കൊണ്ടുപോയി വിടുകയും ചെയ്യും. അതല്ല, വേറെ എന്തെങ്കിലും പ്രശ്നമാണ് ഇനി നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് ഞാൻ കോടതിയിൽ നേരിട്ടോളാമെന്ന് പറഞ്ഞ് സച്ചി ഫോൺ വെക്കുമ്പോഴേക്കും രാജീവ് ആകെ ടെൻഷനിലായി. അപ്പോ അത് ശരി, അച്ഛനെ പോലെ തന്നെ സച്ചിയും ഗൗരിമോളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഈ പ്രശ്നം ഇങ്ങനെ മുന്നോട്ട് പോയാൽ അത് കൂടുതൽ വഷളാകും. ഇതെങ്ങനെയാണ് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഒന്ന് പരിഹരിക്കുക എന്ന് രാജീവ് ചിന്തിച്ചു. അപ്പോഴേക്കും അർച്ചന തിരിച്ച് ഗോകുലിന്റെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. ഓട്ടോയിൽ വന്നിറങ്ങിയ അർച്ചന ആകെ ടെൻഷനോടെ മുറ്റത്തേക്ക് വരുമ്പോൾ അവിടെ ഗോകുലിന്റെ കാറ് കിടക്കുന്നത് കണ്ടു. അപ്പോൾ ഗോകുൽ നേരത്തെ എത്തിയിട്ടുണ്ടല്ലേ എന്ന് ആശങ്കയോടെ അർച്ചന ചിന്തിച്ചു. അകത്തേക്ക് കയറി വന്ന അർച്ചനയെ കണ്ടതും ഗോകുല് അവിടെ ഫയൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് ഇരിക്കുന്ന സമയത്താണ് അർച്ചന അകത്തേക്ക് കയറി വന്നത്. വാടോ എന്ന് പറഞ്ഞ് വളരെ സ്നേഹത്തോടെ ഗോകുൽ അർച്ചനയെ അകത്തേക്ക് വിളിച്ചു. അർച്ചന വാതുക്കൽ നിന്ന് വല്ലാതെ പരുങ്ങുന്നത് കണ്ട് ഗോകുല് ചോദിച്ചു, എന്താടോ താൻ അവിടെ തന്നെ നിൽക്കുന്നത്, അല്ല മോളെവിടെ എന്ന് ചോദിച്ചപ്പോ, അല്ല അവളെന്താ പുറത്തങ്ങനെ നിൽക്കുവാണോ എന്ന് ഗോകുൽ സംശയത്തോടെ അർച്ചനയോട് ചോദിച്ചു. ഉടനെ അർച്ചന പറഞ്ഞു, അല്ല ഗോകുൽ, മോള് എന്ന് പറഞ്ഞതും, എന്താ താൻ സ്കൂളിൽ പോയില്ലേ മോളെ കൂട്ടാനായിട്ട്, അതോ പിന്നാലെ സ്കൂൾ ബസ്സിനാണോ അവള് വരുന്നത് എന്നൊക്കെ ഗോകുൽ സംശയപ്പെട്ട് ചോദിക്കുമ്പോൾ അർച്ചന പറഞ്ഞു, അല്ല ഞാൻ സ്കൂളിൽ പോയിരുന്നു. അപ്പോഴേക്കും ശോഭ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, അല്ല എന്താ സമൃദ്ധ, നീ ഇങ്ങനെ ഒരു വ്യക്തതയില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നത്, എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു, അമ്മേ ഞാൻ സ്കൂളിൽ ചെന്നിരുന്നു, പക്ഷേ മോൾ അവിടെ ഉണ്ടായിരുന്നില്ല. അത് കേട്ടതും മോളെ കണ്ടില്ല എന്ന് കേട്ടപ്പോഴേക്കും ഗോകുൽ വല്ലാത്ത ടെൻഷനോടെ ചാടി ചെയ്യുന്നു തന്റെ കയ്യിലിരുന്ന ഫയൽ നിലത്തേക്ക് വെച്ചു. എടോ താൻ എന്താ ഈ പറയുന്നത്, മോളെ കണ്ടില്ലെന്നോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ അത് കേട്ട് ശോഭ പറഞ്ഞു, അതെ, എവിടെയെങ്കിലും മോളെ പറഞ്ഞു വിട്ടിരിക്കുകയാണോ, ഇനി അതും അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് സമൃദ്ധിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ശോഭ സംസാരിക്കുമ്പോൾ ഉടനെ ഗോകുൽ പറഞ്ഞു, എന്റെ അമ്മയൊന്നും മിണ്ടാതിരിക്കും, എന്താ പറ്റിയത്, മോൾ എവിടെ പോയി എന്ന് ഗോകുൽ അന്വേഷിച്ചപ്പോഴേക്കും അർച്ചന പറഞ്ഞു, ഞാൻ സ്കൂളിൽ എത്തിയപ്പോഴേക്കും മോളുടെ ഫ്രണ്ടിന്റെ കൂടെ അവരുടെ വീട്ടിലേക്ക് പോയി എന്ന്. അത് കേട്ടതോടെ ഗോകുലിനെ ആകെ ഞെട്ടലായി. ഉടനെ ശോഭ പറഞ്ഞു, അത് ശരി, അപ്പോ തീർച്ചയായിട്ടും അത് സമൃദ്ധിയോട് പറയാതെ പോവില്ല, ഇവളോട് പറയാതെ അവളൊരു കാര്യം ചെയ്യില്ലല്ലോ, അതുകൊണ്ട് മോള് ഇവളോട് പറഞ്ഞിട്ട് തന്നെയായിരിക്കും പോയത് എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു, ഇല്ലമ്മേ, എന്നോട് പറഞ്ഞിട്ടില്ല ഗൂഗിൾ, സത്യമായിട്ടും മോളിക്കാരി എന്നോട് പറഞ്ഞില്ല, പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നല്ലോ, മോള് പറയാതെ പോയിരിക്കുന്നത് എന്ന് അർച്ചന ഉറപ്പിച്ച് പറയുമ്പോ ഗൂഗിളിനാകെ ടെൻഷനായി. ഗൂഗിൾ പറഞ്ഞു, സാരയില്ല, ഇനി ഇതിന്റെ പേരിലൊരു സംസാരം വേണ്ട, അല്ല എവിടെയാ, ആരുടെ വീട്ടിലാ പോയിരിക്കുന്നത്, ഞാൻ പോയി വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഗോകുൽ വിളിക്കാനായിട്ട് പോകാൻ ഇറങ്ങുമ്പോഴേക്കും അർച്ചന പെട്ടെന്ന് പറഞ്ഞു, അത് പിന്നെ ഗോകുൽ മോള് പോയിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും മുറ്റത്തൊരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. എന്താ മോള് വന്നു തോന്നുന്നു എന്ന് ഉടനെ ശോഭ പറഞ്ഞപ്പോഴേക്കും സച്ചി
ഗൗരി മോളെ അവിടെ വീട്ടുപടിക്കൽ കൊണ്ടുവന്ന് വിട്ടു. മോള് കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും സച്ചി ചോദിച്ചു, മോൾക്ക് വീട്ടിൽ വന്നിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ, വിഷമമൊന്നും തോന്നിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ, ഇല്ലെങ്കിൽ എനിക്ക് ഒത്തിരി സന്തോഷമായി, സത്യത്തിൽ ഞാനിന്ന് ഒത്തിരി സന്തോഷത്തിലാണ് എന്ന് പറഞ്ഞ് താങ്ക് യു അങ്കിൾ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ സച്ചിയോട് ബൈ പറഞ്ഞ് അവിടുന്ന് ഗൗരിമോൾ ഇറങ്ങുന്നു. ശശി ഗൗരിമോളെ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ കൊടുത്ത് ഗൗരിമോളെ യാത്ര അയച്ചു. ഗൗരിമോൾ വേഗം തന്നെ വീട്ടിലേക്ക് സ്റ്റെയർ കയറി വരുമ്പോഴേക്കും അവിടെ ഗോകുലും ശോഭയും അർച്ചനയും ആകെ ഞെട്ടലോടെ നോക്കി നിൽക്കുകയാണ്. അർച്ചന അരികിലേക്ക് ചെന്ന് ഗൗരിമോളോട് ദേഷ്യപ്പെട്ടു. മോളെ, ഒരു വാക്ക് പോലും പറയാതെ മോൾ എന്ത് പണിയായി കാണിച്ചത്, പറയാതെ എന്തിനാ മോള് പോയത് എന്ന് ചോദിച്ച് അർച്ചന ബഹളം വെച്ചു. അപ്പോഴേക്കും ഗോകുല് ചോദിച്ചു, ഗൗരിമോളെ, മോള് എവിടെയാ പോയത്, ആരുടെ കൂടെയാ പോയത്, ഏത് ഫ്രണ്ടിന്റെ വീട്ടിലാ പോയത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഗൗരിമോള് പറഞ്ഞു, അത് പിന്നെ മോള് വന്നേ, അമ്മ മോൾക്ക് ഫുഡ് എടുത്തു തരാം എന്ന് പറഞ്ഞ് അർച്ചന ഗൗരിമോളെ വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴേക്കും എനിക്കൊന്നും വേണ്ടമ്മേ, എൻ്റെ വയറ് നിറഞ്ഞിരിക്കുക, അതുപോലെ ആ അമ്മമ്മ എന്നെ ഫുഡ് കഴിപ്പിച്ചു, അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു, അവരും എൻ്റെ ഫ്രണ്ട്സും ആൻറ്റിമാരും അമ്മമ്മയും അങ്കിളും എല്ലാവരും എന്നോട് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയത് എന്നെല്ലാം പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും വല്ലാത്തൊരു ഞെട്ടലായി. അത് ശരി, എന്താ സംഭവിച്ചെന്നറിയാതെ അതിശയപ്പെട്ട് അങ്ങനെ നോക്കുമ്പോഴേക്കും ഉടനെ ഗോകുല് വല്ലാത്ത ടെൻഷനോടെ ഇങ്ങനെ പറയുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഉടനെ വല്ലാത്ത ടെൻഷനിൽ ഇങ്ങനെ ഗൗരിമോളെ നോക്കിയിട്ട് ചോദിച്ചു, മോൾ ആരുടെ വീട്ടിലാ പോയത്, ഇന്ദുവിൻ്റെയും ഗൗരിയുടെയും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും വല്ലാത്ത ഞെട്ടലായി ശോഭയ്ക്ക്. ശോഭ ചോദിച്ചു, അത് ആ ശശിയുടെ വീടല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെ അമ്മമ്മ, അങ്ങനെ അതെ അച്ഛമ്മയെന്ന് ശോഭ ചോദിച്ചതിന് മറുപടിയായി ഗൗരിമോൾ സമ്മതിച്ചു. എല്ലാം കേട്ടതോടെ ശോഭയ്ക്ക് ആകെ ദേഷ്യമായി. അത് ശരി, കണ്ടില്ലേ എവിടെയോ പോയിട്ട് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ശോഭ മോളുടെ ചെവിക്ക് പിടിക്കുന്നു. ഇങ്ങനെ ചോദിക്കാതെയും പറയാതെയും കണ്ണി കാണുന്നവരുടെ കൂടെ അങ്ങ് ഇറങ്ങി പോവാണോ എന്ന് ചോദിച്ച് ഗൗരിമോളുടെ ചെവിക്ക് നല്ലതായിട്ട് കിഴിക്കുകയാണ് ശോഭ. ഇത് കണ്ടു നിന്ന അർച്ചന വേഗം ഗൗരിമോളെ പിടിച്ചു മാറുന്നു. അമ്മ എന്താ ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചതും മോള് വേദന കൊണ്ട് ചിണുങ്ങുമ്പോഴേക്കും ഗൗരിമോളെ അർച്ചന പിടിച്ചു മാറ്റുന്നു. ഈ സമയത്ത് അവിടേക്ക് രാജീവ് എത്തി. രാജീവ് വന്നതും ഉടനെ തന്നെ എന്താ ഇവിടെ പ്രശ്നമെന്ന് വന്ന് അന്വേഷിച്ചു. അതെ, ആരോടും പറയാതെ മോളിങ്ങനെ മറ്റുള്ളവരുടെ വീട് വഴി ഇങ്ങനെ കറങ്ങുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടതെന്ന രാജീവ് പറഞ്ഞു, അത് സാരമില്ല, ഇന്നത്തെ കുട്ടികളല്ലേ, പക്ഷെ വീട്ടിലുള്ളവരോട് പറയാതെ ഇങ്ങനെ പോകരുത് കേട്ടോ, ഒരു കാരണവശാലും വീട്ടിലുള്ളവരോട് താൻ എവിടെയാണ് എന്നുള്ള വിവരം അറിയിക്കാതെ പോയാൽ അതിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും, മോൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാ എന്ന് രാജീവ് മോളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഈ സമയത്ത് ഗോകുലിനോടും രാജീവിനോടുമായിട്ട് ഗൗരിമോള് പറഞ്ഞു, അമ്മേ, അവിടെ വേറൊരു സംഭവം ഉണ്ടായി, അവിടെ തന്നെ അമ്മയുടേതുപോലെ ഒരു ഫോട്ടോ അവിടെ ഇരിക്കുന്നത് കണ്ടു എന്ന് അർച്ചനയോട് ഗൗരിമോള് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും വല്ലാത്ത ടെൻഷനോടെ ഗോകുലും രാജീവും പരസ്പരം നോക്കുമ്പോൾ ഉടനെ അതന്നെ അങ്ങനെ വന്നത്, ഞാൻ അവിടെ ചോദിച്ചു, അപ്പോൾ സച്ചിയങ്ങളുടെ ഭാര്യയാണെന്നും അർച്ചന ആൻറ്റി ആണെന്നുമാണ് എന്നോട് പറഞ്ഞത് എന്ന് ഗൗരി പറയുമ്പോൾ അത് കേട്ട് നിന്ന ഗോകുലിനും രാജീവനും വല്ലാത്ത ടെൻഷനായി. ഉടനെ അർച്ചന അതെല്ലാം കേട്ട് അതിശയത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ അരികിലേക്ക് എത്തി രാജീവ് പറഞ്ഞു, അത് പിന്നെ മോളെ, നമ്മളെപ്പോലെ ഇവിടെ 9 പേര് ഈ ലോകത്തുണ്ടെന്നാ, ഒരേപോലെ ഇരിക്കുന്ന 9 പേരുണ്ടെന്നാ പറയുന്നത്, അപ്പോൾ അതിലൊരാളായിരിക്കും അത്, അതാ നമ്മൾ ഇങ്ങനെ 9 പേരുണ്ടെന്ന് പറയാറുള്ളതിൻ്റെ കാരണം എന്ന് രാജീവ് അറിയിച്ചു. അതുകൊണ്ട് മോളെ ഓർത്ത് ടെൻഷൻ ആവണ്ട, ചിലപ്പോൾ മോളുടെ അമ്മയെ പോലെ തന്നെ ഇനിയും പലരും പല സ്ഥലത്തും ഉണ്ട്, അതാണ് ഈ ലോകത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞ് രാജീവ് മോളെ കൊണ്ടുപോയിക്കൊള്ളാനായി അർച്ചനോട് പറഞ്ഞു. രാജീവ് പറഞ്ഞനുസരിച്ച് അർച്ചന മോളെ വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ ഗോകുല് ഗൗരിമോളോട് പറഞ്ഞു, നിൽക്കവിടെ മോളെ, ഇനി മേലാൽ ആരോടും വീട്ടിലുള്ള ആരോടും പറയാതെ ആര് വിളിച്ചാലും കൂടെ പോകരുത് കേട്ടല്ലോ എന്ന് ഗൗരിമോളെ ഗോകുൽ താക്കീത് ചെയ്തു. ഗൗരിമോളൊന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോൾ ഒന്നുകൂടി കടുത്ത സ്വരത്തിൽ ഗൗരിയോട് ഗോകുൽ ചോദിച്ചു, പറഞ്ഞത് മനസ്സിലായോന്ന് എന്ന് ചോദിച്ചപ്പോഴേക്കും പേടിച്ചരണ്ട് മനസ്സിലായി എന്ന് ഗോകുലിന്റെ ആ ചോദ്യത്തിന് ആ ദേഷ്യം കണ്ട് ഭയന്ന് വിറച്ച് ഗൗരിമോള് തല കുലുക്കുന്നു. ഉടനെ അർച്ചന വല്ലാത്ത ദേഷ്യത്തോടെ ഗോകുലിന്റെ ആ ദേഷ്യപ്പെടലും ആ കടുപ്പിച്ചുള്ള ശബ്ദവും കേട്ടപ്പോൾ അർച്ചനയ്ക്കും വല്ലാത്ത ദേഷ്യം വരികയും ഞെട്ടലോടെ അർച്ചന ഗോകുലിനെ നോക്കി. മോളെയും ചേർത്ത് പിടിച്ച് അർച്ചന റൂമിലേക്ക് പോകുമ്പോൾ ഗോകുല് തൻ്റെ മോളുടെ നേരെ ഇത്ര അധികാരത്തോടെ എന്തിനു സംസാരിച്ചു, എന്തിന് ഇത്രമേൽ ദേഷ്യപ്പെടണമെന്നും തൻ്റെയും സച്ചിയന്റെയും മോളല്ലേ, മോള് മറ്റാരുടെ അരികേക്കല്ലോ പോയത് എന്നുള്ള ധാരണയായിരുന്നു ആ നിമിഷം അർച്ചനയുടെ മനസ്സിൽ. അർച്ചന ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. ഗോകുലിന്റെ ആ സംസാരം കേട്ട് ആകെ വിഷമിച്ച
ഗൗരി മോളെ അർച്ചന ആശ്വസിപ്പിച്ചു. മോള് വിഷമിക്കണ്ട, ഇനി ആരോടും ഒന്നും പറയാതെ ഇങ്ങനെ പോകരുത്, അതുകൊണ്ടാ എല്ലാവരും മോളെ വഴക്കു പറഞ്ഞത് എന്ന് അർച്ചന മോളെ സമാധാനിപ്പിച്ചു. അതിനുശേഷം മോള് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായി പോയ സമയത്ത് അർച്ചനയെ പുറത്ത് ബാൽക്കണിയിലേക്ക് അരികിലേക്ക് ചെന്ന് നിന്നതും അർച്ചനയുടെ അരികിലേക്ക് രാജീവ് എത്തി. രാജീവ് പറഞ്ഞു, അർച്ചന ഇപ്പൊ ഇവിടെ നടന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു, ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. എനിക്ക് എത്രയും വേഗം എൻ്റെ ശശിയുടെ അരികിലേക്ക് പോയേ പറ്റൂ. ഗൂഗിളിനോട് എല്ലാ സത്യങ്ങളും പറഞ്ഞ് ഗൂഗിളിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എനിക്ക് മോളെയും കൂട്ടി ഇവിടെ നിന്ന് ഇറങ്ങണം. ഇന്ന് ഇവിടെയുള്ളവരെല്ലാവരും എന്തിനാണ് മോളെ ഇത്രത്തോളം ശകാരിക്കുകയും ഇത്രത്തോളം മോളോട് ദേഷ്യപ്പെടുകയും ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം മോള് പോയത് അവളുടെ അച്ഛൻ്റെ അരികിലേക്കല്ലേ, അവളുടെ സ്വന്തം അച്ഛനല്ലേ. എന്നിട്ട് എന്തിനാണ് എല്ലാവരും മോളുടെ നേരെ ഇത്രമേൽ ദേഷ്യപ്പെട്ടത്? എന്തായാലും എനിക്കതൊന്നും ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് അർച്ചന ദേഷ്യത്തോടെ രാജീവിനോട് പറയുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം രാജീവായിട്ട് ഉണ്ടാക്കി തരണമെന്ന് അർച്ചന ആവശ്യപ്പെടുകയും അവന്തികയുടെ കാര്യത്തിൽ ഉടനെ തന്നെ തീരുമാനമാകും. അതായി കഴിഞ്ഞാൽ എനിക്ക് സച്ചിയുടെ അരികിലേക്ക് പോയേ പറ്റൂ എന്ന് അർച്ചന അറിയിച്ചു. എല്ലാം കേട്ടു നിന്ന രാജീവ് പറഞ്ഞു, അർച്ചന കുറച്ചുകൂടി ഒന്ന് കാത്തു നിൽക്കൂ, എല്ലാ പ്രശ്നങ്ങൾക്കും ഉടനെ തന്നെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് അർച്ചനയോട് രാജീവ് വാക്ക് നൽകി. ശരി, കുറച്ചുകൂടി ഞാൻ കാക്കാമെന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് പോകുമ്പോഴേക്കും ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടും എന്ന ആശങ്കയായിരുന്നു രാജീവിന്റെ മനസ്സിൽ. ഈ സമയത്ത് അവന്തിക തൻ്റെ ജീവിതത്തിൽ വന്നുപെട്ട ഈ പുതിയ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്ത് ആകെ ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുകയും അവന്തിക ഗോകുലിനോട് സംസാരിച്ചിട്ടും യാതൊരു പരിഹാരവും ഉണ്ടാകാത്തതിന്റെ പേരിൽ വല്ലാതെ വ്യാകുലപ്പെട്ടിരിക്കുമ്പോഴാണ് അവന്തികയ്ക്ക് അരികിലേക്ക് ചിപ്പിമോൾ എത്തിയത്. ചിപ്പിമോൾ വന്ന് അവന്തികയോട് ചോദിച്ചു, അമ്മേ, നമുക്ക് മുമ്പ് പറഞ്ഞ കൊടൈക്കനാൽ ട്രിപ്പ് പോയാലോ എന്ന് ചോദിച്ചപ്പോഴേക്കും അന്ന് അമ്മയ്ക്ക് ട്രിപ്പ് പോകാൻ പറ്റിയിരുന്നില്ലല്ലോ, ബിസിനസ് അർജന്റ് ആയതുകൊണ്ട്, ബിസിനസ് കാര്യങ്ങളായതുകൊണ്ട് അന്നമ്മ ഒഴിവൊഴിവ് പറഞ്ഞു. എന്നാൽ ഇത്തവണ അത് പറ്റില്ല, നമുക്ക് തീർച്ചയായിട്ടും പോകണം അങ്ങനെ പറഞ്ഞ് ചിപ്പിമോള് തൻ്റെ ആഗ്രഹം അറിയിച്ചതും അത് കേട്ട് അവന്തിക പറഞ്ഞു, ശരി, എൻ്റെ പൊന്നുമോളുടെ ആഗ്രഹമല്ലേ, നമുക്ക് പോകാം. മോള് പറഞ്ഞതുപോലെ കൊടൈക്കനാലെങ്കിൽ കൊടൈക്കനാല് നമുക്ക് പോകാം എന്ന് പറഞ്ഞു. ഉറപ്പാണല്ലോ, സമയമാകുമ്പോൾ അമ്മ കാലു മാറില്ലല്ലോ എന്ന് വീണ്ടും ഗൗരിമോൾ ആവർത്തിച്ച് ചോദിച്ചതും ഇല്ല, സമയമാകുമ്പോൾ അമ്മ കാലു മാറില്ല എന്ന് അവന്തിക ഉറപ്പ് നൽകി. അങ്ങനെ എന്നാ ഇനി പോയി മോൾക്ക് കിടക്കാവല്ലോ എന്ന് അവന്തിക ചോദിച്ചപ്പോഴേക്കും ഉടനെ ചിപ്പിമോള് പറഞ്ഞു, അതെ, ഞാനേ കിടക്കാൻ പോവാ, പക്ഷേ മുറിയിലല്ല, എൻ്റെ അമ്മയുടെ മടിയിൽ എന്ന് പറഞ്ഞ് അവന്തികയുടെ മടിയിലേക്ക് തല ചായച്ച് ചിപ്പിമോള് കിടക്കണം. ചിപ്പിമോളുടെ മുടിയിഴകൾ തലോടിക്കൊണ്ട് ആലോചിച്ചു, എൻ്റെ ഈശ്വരന്മാരെ, എൻ്റെ പൊന്നുമോളോടൊപ്പം അവൾ ആഗ്രഹിച്ച ആ ട്രിപ്പ് പോകാനുള്ള ഭാഗ്യം എനിക്കുണ്ടാകുമോ? അന്ന് അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ബിസിനസ് ആവശ്യം പറഞ്ഞ് എൻ്റെ പൊന്നുമോൾക്കൊപ്പം പോകാനോ ഒന്നിരിക്കാനോ അവളുടെ സന്തോഷത്തിൽ പങ്കുചേരാനോ പോലും എനിക്ക് കഴിയുന്നില്ലിപ്പോൾ. എന്തായാലും ഇനിയും അങ്ങനെ തനിക്കുള്ള അവസരങ്ങൾ നഷ്ടമാക്കിയാൽ ഒരുപക്ഷെ എൻ്റെ മോളെ ഇട്ടിട്ട് എനിക്ക് പോകേണ്ടി വന്നാലോ, വിധി എനിക്ക് പ്രതികൂലമായി വന്നാൽ ഞാൻ പിന്നെ എൻ്റെ മോളോടൊപ്പം ഇനി എന്നാ ഒന്നിച്ചു നിൽക്കുക, ഒന്നിച്ചൊന്ന് ഒരു ട്രിപ്പെങ്കിലും പോവുക? അതുകൊണ്ട് എൻ്റെ മോളുടെ ആഗ്രഹം എത്രയും വേഗം എനിക്ക് സാധിച്ചു കൊടുക്കണം, എൻ്റെ മോളോടൊപ്പം എനിക്ക് ട്രിപ്പ് പോകണം. അങ്ങനെ ആലോചിച്ചുകൊണ്ട് അവന്തിക അന്ന് രാത്രിയിൽ കഴിച്ചുകൂട്ടി. പിറ്റേന്ന് രാവിലെ അവന്തികയും മൂർത്തിയും ഗോകുലിനെ കാണുവാനായി എത്തുന്നു. ഗോകുൽ അവന്തികയോട് പറഞ്ഞു, ഞാൻ മുമ്പേ അവന്തികയോട് പറഞ്ഞതാണ്, ഇക്കാര്യത്തിൽ ഞാൻ നിസ്സഹായനാണ്, എനിക്ക് അവന്തികയെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നിയമവും നീതിയും വിട്ട് ഞാനൊന്നും ചെയ്യില്ല, അത് ഞാൻ മുമ്പേ തന്നെ അവന്തികയോട് ബോധ്യപ്പെടുത്തിയ കാര്യങ്ങളാണല്ലോ എന്ന് അവന്തികയ്ക്ക് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തൽ നടത്തി ഗോകുൽ കാര്യം പറയുമ്പോൾ അത് കേട്ട് നിന്ന അവന്തിക അത് തനിക്കറിയാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ മൂർത്തിയോട് കാറിലിരിക്കുന്ന ആ സൂട്ട് കേസ് എടുക്കാനായി അവന്തിക ആക്ഷൻ കാട്ടി. വേഗം തന്നെ മൂർത്തി ആ സൂട്ട് കേസുമായിട്ട് രാജീവിന്റെ മുന്നിലേക്ക് വന്നു നിന്നു. അതെ, നമുക്കിടയിൽ ഇനി ഇങ്ങനെ ഒരു സംസാരത്തിന്റെ ആവശ്യമില്ല. ഗൂഗിൾ പറഞ്ഞാൽ മതി എത്രയാണ് വേണ്ടതെന്ന്. ഈ ഫ്രണ്ട്ഷിപ്പോ മറ്റൊന്നും വേണ്ട. ഒരു കേസിന് ഗൂഗിളിന് കിട്ടുന്നതിന്റെ 4 ഇരട്ടി തുകയുണ്ട് ഞാൻ ഈ ബ്രീഫ് കേസിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഗൂഗിൾ എങ്ങനെയെങ്കിലും ഈ ഒരു കേസിൽ നിന്ന് ഗൂഗിൾ പിന്മാറുകയെങ്കിലും ചെയ്യണം, അതല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല എന്ന് ഗൂഗിളിനോട് അവന്തിക ആവശ്യപ്പെടുമ്പോൾ ഗൂഗിൾ അവന്തികയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഇത് കണ്ടതോടെ ഗൂഗിളിനോട് അവന്തിക പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഗൂഗിളിന്റെ ഈ ചിരിയുടെ അർത്ഥം എന്താണെന്ന്.
പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ നിസ്സഹായയായി പോയില്ലേ. എനിക്ക് എനിക്ക് വേറെ നിവൃത്തിയില്ല. ഇങ്ങനെയും എനിക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. അതിന് ഗൂഗിൾ എന്നെ സഹായിക്കണം എന്ന് പറയുമ്പോൾ ഗൂഗിൾ പറഞ്ഞു, എത്ര പറഞ്ഞാലും അവന്തിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ഗൂഗിൾ പുഞ്ചിരിയോടെ അവന്തികയെ നോക്കുന്നു. ഈ പണം കൊണ്ടൊന്നും തന്നെ അളക്കാൻ കഴിയുകയില്ല എന്നും പണത്തിന്റെ മേൽ മറിയുന്ന വക്കീലുമാരെ പലരെയും കണ്ടിട്ടുണ്ടാവും അവന്തിക. പക്ഷെ താൻ അത്തരത്തിലൊരാളല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഗൂഗിൾ പോകാൻ തുടങ്ങുമ്പോഴേക്കും ഗൂഗിളിനോട് അവന്തിക പറഞ്ഞു, ഈ പണം തന്ന് ഗൂഗിളിനെ വിലക്കെടുക്കുകയല്ല, ഇത് എന്റെ ഒരു സ്നേഹം മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ ഇത്തരം സ്നേഹങ്ങളുമായിട്ട് ഇത്തരം സ്നേഹങ്ങൾ പെട്ടിയിൽ നിറച്ച് ഇനി എന്റെ പിന്നാലെ വരരുതെന്ന് പറഞ്ഞ് ഗൂഗിൾ പോകാൻ ഒരുങ്ങുന്ന സമയത്ത് വീണ്ടും ഗൂഗിളിന് അരികിലേക്ക് എത്തി അവന്തിക പറഞ്ഞു, അതെ, എന്റെ കാര്യത്തിൽ ഞാൻ സാവധാനം എന്ന എല്ലാ രീതിയിലും പ്രയോഗിച്ചു നോക്കി. പക്ഷെ എന്നിട്ടും ഗൂഗിൾ എനിക്ക് അനുകൂലമായിട്ടൊരു തീരുമാനം എടുക്കുന്നില്ലല്ലോ. ഗൂഗിളിന് ഇതിൽ നിന്ന് പിന്മാറിക്കൂടെ എന്ന അവന്തികയുടെ ചോദ്യത്തിന് ഗൂഗിൾ പറഞ്ഞു, ഞാൻ എന്നും ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആളാണ്. നീതിയും നിയമവും ന്യായവും ആരുടെ ഒപ്പമാണോ അവർക്ക് നീതി നേടിക്കൊടുക്കുക എന്നത് മാത്രമാണ് എന്റെ ലക്ഷ്യമെന്ന് ഗൂഗിൾ വീണ്ടും ഉറപ്പിച്ചു പറയുമ്പോൾ അത് കേട്ടു നിൽക്കുന്ന അവന്തിക പറഞ്ഞു, ഗൂഗിൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് അത് ശരിയാണോ? എന്തായാലും ഗൂഗിൾ ഈ കേസ് വാദിക്കുന്ന ദിവസം അന്ന് രാവിലെ വരെ ഗൂഗിളിന്റെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ എല്ലാ കാര്യവും നിയമപരമായിട്ടാണ് ഗൂഗിൾ മുന്നോട്ട് നീക്കിയിട്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം ഇപ്പോഴും ഗൂഗിൾ പറയുന്നത് പോലെ എല്ലാം നിയമത്തിന് അനുസൃതമായിട്ടാണ് നടത്തിയിട്ടുള്ളതെന്ന് ഗൂഗിളിന് തന്റെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുമോ? ഗൂഗിളിന്റെ ജീവിതത്തിലും അതുപോലെ തന്നെ അർച്ചനയുടെ കാര്യവും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഗൂഗിളിന്റെ ഭാര്യയോട് കാണിച്ച നീതികേട് അത് എന്നെപ്പോലെ മറ്റാർക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഗൂഗിൾ ഒന്നുകൂടി ഒന്ന് ആലോചിക്കുക എന്ന് പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് മടങ്ങുന്നു. അതിനുശേഷം അവന്തിക ആ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും ഗൂഗിളിനെ ഏതെങ്കിലും രീതിയിൽ വിലക്കെടുക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം അവന്തിയുടെ ഭാഗത്തു നിന്ന് വീണ്ടും തുടരുമെന്ന് ഗൂഗിളിന് ഉറപ്പായി. പിന്നീട് വീട്ടിൽ മടങ്ങിയെത്തി കഴിയുമ്പോൾ സന്ദീപിനെ വിളിച്ചുകൊണ്ട് അവന്തിക്ക് അരികിലേക്ക് മൂർത്തി എത്തുന്നു. സന്ദീപിനെ ഒരു ലോഡ്ജിൽ നിന്ന് പിടികൂടിയതാണെന്നും താൻ വിളിച്ചിട്ടൊന്നും വരാൻ സന്ദീപ് കൂട്ടാക്കിയിരുന്നില്ല എന്നും അവന്തികയോട് മൂർത്തി അറിയിച്ചു. ഇത്ര പെട്ടെന്ന് നീ ഏടത്തിയെ മറന്നുപോയോ, ഏടത്തിയോട് പിണങ്ങിയോ എന്ന് അവന്തിക സ്നേഹത്തോടെ സന്ദീപിനോട് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ സത്യങ്ങളൊന്നും കേൾക്കാനോ അനുസരിക്കാനോ തയ്യാറാകാതിരുന്നത് ഏടത്തി ആയിരുന്നില്ലേ എന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ അത് തന്റെ ഒരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നുവെന്നും എന്തായാലും ഇനി നീ ഇവിടെ നിന്നും പോകരുത്, പഴയതുപോലെ തന്നെ കമ്പനിയിൽ നീ ഉണ്ടാവണം, ഞാൻ ഉടനെ തന്നെ മാനേജറെ വിളിച്ച് വിവരം അറിയിക്കുന്നുണ്ട് എന്ന് അവന്തിക പറഞ്ഞു. അങ്ങനെ കേട്ടതും പഴയതുപോലെ തന്നെ നീ ഔട്ട് ഹൗസിലോ ഇവിടെ എവിടെ വേണമെങ്കിലും താമസിച്ചോ, നിന്റെ ഡ്രസ്സൊക്കെ അവിടെ തന്നെ അതേപടി ഉണ്ട്, മൂർത്തി നീ ഇവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു സന്ദീപിനോട് പൊയ്ക്കൊള്ളാൻ പറയുമ്പോഴേക്കും താൻ തനിക്ക് ഇനി ഒരു കാര്യം കൂടി എടുത്തിയോട് പറയാനുണ്ട്. ഇനി ഞാൻ ഇവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും എന്റെ ഭാഗം കൂടി കേൾക്കാനും അത് സത്യമാണോ എന്ന് തിരിച്ചറിയാനുമുള്ള ഒരു ശ്രമം എടുത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകാതെ താൻ ഇവിടെ നിൽക്കാൻ തീരുമാനിക്കില്ല എന്ന സന്ദീപിന്റെ വാക്ക് കേട്ടപ്പോൾ അവന്തിക അങ്ങനെ തന്നെ ചെയ്യാമെന്നും അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും തെറ്റ് നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ആവശ്യപ്പെടുന്നത് പോലെയൊക്കെ നീ ചെയ്യേണ്ടി വരുമെന്നും അവന്തിക സന്ദീപിൽ നിന്നും വാക്ക് വാങ്ങിക്കുന്നു. അതിനുശേഷം സന്ദീപിനെ പറഞ്ഞു വിട്ടതിന് ശേഷം തന്റെ കൂട്ടിലേക്ക് വീണ്ടും ആ ആട്ടിൻകുട്ടി വന്നു കയറിയതിന്റെ സന്തോഷമായിരുന്നു അവന്തികയുടെ മനസ്സിൽ. വീട്ടിൽ മടങ്ങിയെത്തിയ ഗൂഗിൾ അവന്തികയുടെ കേസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് രാജീവ് എത്തിച്ചേരുന്നു. എന്താ അളിയൻ ഇത്ര കാര്യമായിട്ട് നോക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവന്തികയുടെ കേസിനെ കുറിച്ച് ഞാൻ പഠിക്കുകയായിരുന്നെന്നും അതിൽ ശരിക്കും ചില സത്യങ്ങൾ തനിക്ക് മനസ്സിലായെന്നും ഈ സുഗതൻ മേനോൻ എന്ന് പറയുന്ന വ്യക്തിയെ മറ്റാരോ മുന്നിൽ നിർത്തിയിട്ടാണ് കളിച്ചിരിക്കുന്നത്. എന്തായാലും അവന്തിക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, എനിക്കത് ഉറപ്പാണെന്ന് പറയുമ്പോഴേക്കും രാജീവ് പറഞ്ഞു, അതെ, അങ്ങനെ ഒരാളെ മുന്നിൽ നിർത്തി കളിക്കേണ്ട ആവശ്യം എന്താ എന്ന് ചോദിച്ചാൽ രാജീവിനോട് കൃത്യമായ കണ്ടെത്തലുകൾ ഗൂഗിൾ നിരത്തുന്നു. അതെ, ആ സുഗതൻ മേനോൻ എന്ന് പറയുന്ന വ്യക്തിക്ക് വ്യക്തിപരമായി ഒരു രീതിയിലും ആ മരണപ്പെട്ട അൻപത്തിനുമായി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ മറ്റാരോ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. എന്തായാലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആ ബ്രെയിൻ അത് പറയാതിരിക്കാൻ വയ്യ. എല്ലാം വളരെ കറക്റ്റ് ആയിട്ട് തന്നെയാണ് ഇതിലെ ഓരോ എവിഡൻസും അവർ കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ഒരു ലൂപ്പ് ഹോളും രക്ഷപ്പെടാനായിട്ട് അവന്തിക്ക് ബാക്കിയില്ല. കൃത്യമായ എവിഡൻസുകൾ തന്നെയാണ് ഈ കേസിൽ പ്രോസിക്യൂഷൻ നിരത്തിയിരിക്കുന്നത് എന്ന് ഗൂഗിൾ പറയുമ്പോൾ ഇത് കേട്ട് എന്ന രാജീവ് പറഞ്ഞു, അങ്ങനെ ആത്മവിശ്വാസത്തോടെ അളിയൻ പോകാൻ വരട്ടെ. ഇവിടെ പ്രോസിക്യൂഷൻ വരുന്നത് ഹരിശങ്കറാണ്, അക്കാര്യത്തിൽ മറക്കണ്ട. അദ്ദേഹമാണ് ഇവിടെ ഡിഫൻസ് വാദിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഹരിശങ്കറോ കൊള്ളാം, അദ്ദേഹത്തെ പോലെ ഒരാളാണ് ഇതിന് പിന്നിൽ ഈ കേസിന് ഡിഫൻസ് വാദിക്കുന്നെങ്കിൽ എനിക്ക് വളരെയേറെ സന്തോഷമേ ഉള്ളൂ. എനിക്ക് വളരെയേറെ സന്തോഷമാണ് ഈ കേസ് വാദിക്കാൻ. കാരണം അദ്ദേഹത്തെ പോലെ ഒരാൾ ഇതുവരെ വാദിച്ചിട്ടുള്ള എല്ലാ കേസിലും വിജയിച്ചിട്ടുള്ള ഒരു വ്യക്തി.
അങ്ങനെയുള്ള ഒരാളോട് എതിരിടാൻ പോകുമ്പോൾ എനിക്കൊരു ആത്മവിശ്വാസം കുറച്ച് കൂടുകയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞതും ഗോകുലിനോട് രാജീവ് പറഞ്ഞു, ഞങ്ങൾക്കിടയിൽ അയാളെ കുറിച്ച് ഒരു വിളിപ്പേരുണ്ട് പോലീസുകാർക്കിടയിൽ, ഈ ഡബിൾ ഡബിൾ അഡ്വക്കേറ്റ് എന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു കാരണവശാലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. തന്റെ കക്ഷിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി കള്ളസാക്ഷികളും കള്ളത്തെളിവുകളും ഒക്കെ നിരത്തി തന്റെ ഭാഗം വിജയിപ്പിച്ചെടുക്കുന്നതിൽ അഗ്രഗണ്യനാണ് അയാൾ എന്ന കാര്യത്തിൽ അളിയൻ യാതൊരു ആശങ്കയിലും പോകേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും നീതി തന്നെ ഇവിടെ ജയിക്കും. ഇവിടെ വാക് സാമർഥ്യത്തിനല്ല, വാൾപ്പയറ്റല്ല, വാക്കുകൾ കൊണ്ടുള്ള വാക്പയറ്റല്ല ഇവിടെ നടക്കാൻ പോകുന്നത്. മറിച്ച് ഈ കോടതിയിൽ സംഭവിക്കാൻ പോകുന്നത് തെളിവുകൾ നിരത്തിയുള്ള ആ ഒരു തെളിവുകൾ, വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള വാദമാണ് ഉണ്ടാവുന്നത്. അവിടെ തെളിവുകളാണ് സംസാരിക്കുന്നത്. അതിൽ അവന്തിക കുടുങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് അർച്ചന അവർക്കുള്ള ചായയുമായിട്ട് എത്തുന്നത്. അവന്തികയുടെ കേസ് ഇതുവരെ പഠിച്ചു തീർന്നില്ല എന്ന് വെറുതെ ഒരു കുശലാന്വേഷണം എന്നോണം അവന്തിക അർച്ചന ചോദിക്കുകയും ശരിക്കും ഈ സുഗതം മേനോൻ ആരാണെന്നും അവന്തികയുടെ ഈ കേസിന് പിന്നിൽ അങ്ങനെ ഒരു വ്യക്തി വന്നത് ഏത് അടിസ്ഥാനത്തിലാണെന്നാണ് ഇപ്പോൾ ഗോകുലിന്റെ ആശങ്കയെന്ന് രാജീവ് പറയുമ്പോൾ സത്യത്തിൽ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു സംശയമുണ്ടെന്നും ഈ സുഗതൻ മേനോൻ ശരിക്കും ആരാണ് എന്ന് അർച്ചനയും ചോദിച്ചു. അപ്പോഴേക്കും എന്തായാലും അന്ന് കേസ് മാറിക്കുന്ന ദിവസം കോടതിയിൽ ഈ സുഗതൻ മേനോന് ഹാജരാകാതിരിക്കാനാവില്ലല്ലോ, അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് അറിയാൻ കഴിയും എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ ഗോകുൽ രാജീവിനോട് പറഞ്ഞു, എന്തായാലും ഈ കേസിൽ തീർച്ചയായിട്ടും അവന്തിക അഴികൾക്കുള്ളിലാവും, അതിൽ യാതൊരു സംശയവുമില്ല എന്നതായിരുന്നു ഗോകുലിന്റെ മറുപടി. അതിനുശേഷം സന്ദീപിന്റെ അരികിലേക്ക് എത്തിയ അവന്തിക തനിക്ക് ഒരു സഹായം നീ ചെയ്തു തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ എന്താണ് ഏടത്തിക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടതെന്ന് സന്ദീപ ചോദിച്ചു. ഇവിടെ വന്നെത്തിയിരിക്കണം ഒന്ന് ആ സുഗതം മേനോൻ എന്ന് പറയുന്ന ആള്, എനിക്കെതിരെ വന്നിരിക്കുന്ന കേസിനെ കുറിച്ച് നിനക്കറിയാവല്ലോ. സച്ചിയുടെ കേസ് ഒന്ന്, അതിനേക്കാളും മറ്റൊരു കേസാണ് ഇപ്പോൾ തന്റെ തലയ്ക്ക് മീതെ വന്നു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നീ കൂടി എന്നെ സഹായിക്കണം. ഇപ്പൊ ഇവിടെ എന്റെ ആശ്രിതരായി വന്നു കയറിയിരിക്കുന്ന അമ്മയും മകളും അവര് ശരിക്കും ആ വാടക വീട്ടിൽ നിന്ന് അവിടുത്തെ ഉടമസ്ഥൻ അവരെ അടിച്ചിറക്കി വിട്ടതാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതിന്റെ സത്യാവസ്ഥ നീ കണ്ടെത്തണം. പിന്നെ ആ സുഗതൻ മേനോനെയും നീ കണ്ടെത്തണം എന്ന് സന്ദീപിനോട് അറിയിച്ചു. ശരി, ഇവിടെ വന്നു കയറിയ അമ്മയും മകളും അവരത്ര ജെനുവിനാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും അതിന്റെ സത്യാവസ്ഥ ഞാൻ ഏട്ടത്തേക്ക് ബോധ്യപ്പെടുത്തി തരുമെന്ന് സന്ദീപ് ഉറപ്പ് നൽകുന്നു. അതിനുശേഷം ഗോകുലിന്റെ മുറി ക്ലീൻ ചെയ്യാനായിട്ട് അർച്ചന മുറിയിലേക്ക് കയറി വന്നു. അവിടെ ഗോകുൽ എഴുതി വെച്ചിരിക്കുന്ന ആ ഡയറി കുറിപ്പ് അർച്ചന കാണാനിടയായി. ഡയറി എടുത്ത് വായിച്ചു നോക്കുമ്പോൾ 10 വർഷങ്ങളായി താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് അത് യഥാർത്ഥത്തിൽ വലിയൊരു തെറ്റ് തന്നെയായിരുന്നു. എന്നാൽ എന്റെ ജീവിതത്തിൽ എനിക്ക് കൂട്ടായി ചേരും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച, എന്റെ പ്രിയപ്പെട്ടവളാകുമെന്ന് ഞാൻ കരുതിയ അവളെ എനിക്ക് കൈവിടേണ്ടി വരികയാണ്. അവളെ അന്വേഷിച്ചോ അവളിൽ അവകാശം പറഞ്ഞു ആരും ഒരിക്കലും വരില്ല എന്നുള്ള എന്റെ അവിശ്വാസത്തെ തകർത്ത് അയാൾ വന്നെത്തിയിരിക്കുന്നു ഞങ്ങൾക്കിടയിൽ. എന്റെ കുടുംബത്തിന്റെ സന്തോഷവും എന്റെ സമാധാനവും എല്ലാം നഷ്ടമായെന്നും ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നും മനസ്സ് മുറിപ്പെടുന്ന വേദനയോടെ, ഞാൻ ചോര പൊടിയുന്ന വേദനയോടെ ഞാൻ ആ തീരുമാനം എടുത്തു എന്ന് ഗോകുൽ അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അർച്ചന ആ ഡയറി എടുത്ത് ആദ്യത്തെ വരി വായിച്ചപ്പോഴേക്കും പെട്ടെന്ന് അർച്ചനയുടെ അരികിലേക്ക് എത്തി ഗോകുൽ ആ ഡയറി തട്ടിയെടുക്കുന്നു. എന്നിട്ട് അർച്ചനയോടായിട്ട് പറഞ്ഞു, അതെ, ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ അത് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു, അയ്യോ അങ്ങനെയല്ല ഗോകുൽ, ഞാൻ ഇവിടെ ക്ലെയിം ചെയ്തപ്പോ എന്ന് പറഞ്ഞു. എല്ലാം എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് ഗോകുൽ തല കുലുക്കിയതും അർച്ചന തന്റെ കയ്യിലിരുന്ന ചൂലും എടുത്തുകൊണ്ട് അർച്ചന അവിടെ നിന്ന് പോകുന്നു. ഗോകുൽ ആ ഡയറി തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ആശങ്കയോടെ നിന്നു. അപ്പോഴാണ് സന്ദീപും മൂർത്തിയും കൂടി വീണ്ടും കാഞ്ചനയെ ചോദ്യം ചെയ്യാൻ അരികിലേക്ക് എത്തിയത്. കാഞ്ചന തന്റെ ലാപ്ടോപ്പിൽ കമ്പനിയിൽ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും സന്ദീപ് അരികിലേക്ക് എത്തി. താൻ ഇവിടെ വന്നിട്ട് കുറെ നേരമായെന്നും നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ലല്ലോ എന്നൊക്കെ സന്ദീപ് ചോദിക്കുമ്പോൾ നിങ്ങൾ ആരാണ് എനിക്ക് മനസ്സിലായില്ലല്ലോ എന്നതായിരുന്നു കാഞ്ചനയുടെ മറുപടി. ഉടനെ ഇത് അവന്തിക മേഡത്തിന്റെ അനുജനാണെന്ന് പറഞ്ഞപ്പോ അതെ, ബ്ലഡ് റിലേഷൻ ആണോ അതോ മറ്റേതെങ്കിലും വകയിലാണോ എന്നതായിരുന്നു ആഞ്ജനയുടെ ചോദ്യം. ഇത് സ്വന്തം അനുജനല്ല, ഹസ്ബൻഡിന്റെ അനുജനാണ് എന്ന് പറഞ്ഞപ്പോ ഓ അത് ശരിയെന്ന് കാഞ്ചന തലകുലുക്കി. പിന്നീട് സന്ദീപ് പറഞ്ഞു, അല്ല, ഇവിടെ നുഴഞ്ഞു കയറിയിട്ടുള്ള പല ആളുകളെ കുറിച്ചും ചില സത്യങ്ങൾ എനിക്ക് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇനി എല്ലാ കാര്യത്തിലും, പ്രത്യേകിച്ച് കമ്പനിയിലെ കാര്യത്തിലൊക്കെ ഞാനും കൂടി ഇനി മുതൽ കാഞ്ചനയ്ക്കൊപ്പം ഉണ്ടാവും. എന്തായാലും ഏടത്തെ അതിനുള്ള അനുമതി എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞതും പിന്നെ ഇപ്പം വന്നിരിക്കുന്ന ഈ കേസിൽ ഈ സുഗതൻ മേനോൻ എന്ന് പറയുന്ന ആളെ നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിച്ചപ്പോ ആ കേസുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല എന്നും അത് ആരാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലെന്നും വെറുതെ ഞങ്ങളെ തെറ്റിദ്ധരിക്കേണ്ടെന്നും
വീണ്ടും ഞങ്ങളുടെ മേലെ കുറ്റം ആരോപിച്ച് ഞങ്ങളെ സംശയിച്ചുകൊണ്ട് വീണ്ടും ഞങ്ങൾക്ക് പിന്നാലെ വരാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് അവിടുന്ന് കാഞ്ചന പോകാൻ തുടങ്ങുമ്പോൾ ഇയാള് ശരിക്കും ഇനി മുന്നോട്ടുള്ള നീക്കങ്ങളിൽ ഒരു വിലങ്ങുതടിയായി നിൽക്കുമല്ലോ എന്ന് മനസ്സിൽ ആശങ്കപ്പെട്ടുകൊണ്ട് കാഞ്ചന മുറിയിലേക്ക് പോകുന്നു. അതിനുശേഷം അർച്ചന സച്ചിയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ അർച്ചനയെ കണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് അമ്മ സങ്കടത്തോടെ തന്റെ മകളെ ഇനി കാണാൻ കഴിയുമോ എന്നും അവളെ ദൂരെ നിന്ന് താൻ ഒരു നോക്ക് കണ്ടു എന്നുള്ള കാര്യം കമലമ്മ വേദനയോടെ ഐഷിയോട് പറയുന്നു. അമ്മയുടെ വാക്കുകൾ കേട്ട ആ നിമിഷം അർച്ചനയുടെ മനസ്സിൽ അമ്മയോടുള്ള സ്നേഹവും താൻ ചെയ്യുന്നത് വലിയൊരു ക്രൂരതയാണെന്നുമുള്ള ആ ഒരു കുറ്റബോധവും അർച്ചനയുടെ മനസ്സിനെ വല്ലാതെ കീഴ്പ്പെടുത്തി. അമ്മയുടെ വാക്കുകൾ കേട്ട അർച്ചന വേദനയോടെ അമ്മയുടെ മുഖത്ത് തലോടിക്കൊണ്ട് താനാണ് അമ്മയുടെ മകൾ എന്നുള്ള ആ സത്യം ഉറക്കെ വിളിച്ചു പറയാൻ തയ്യാറെടുത്ത് അമ്മയോട് സംസാരിക്കാനായിട്ടൊരുങ്ങുന്നു.